കേളോത്ത് എക്കാൽ തറവാട്ട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് മുന്നോടിയായി കൊയ്ത്തുത്സവം നടത്തി. അനുബന്ധമായി നടന്ന ചടങ്ങിൽ തെയ്യംകെട്ടിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മാർച്ച് 9 മുതൽ 13 വരെ തീയതികളിലാണ് കേളോത്ത് എക്കാൽ തറവാട്ടിൽ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 10 കൂവമളക്കലിനുള്ള നെല്ലൊരുക്കുന്നതിനായാണ് നെൽകൃഷി ഇറക്കിയത്. ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരേക്കർ സ്ഥലത്ത് ഉമ നെൽവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ പോലും തരണം ചെയ്താണ് ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ നെൽകൃഷി പരിപാലനത്തിൽ ഏർപ്പെട്ടത്. മെച്ചപ്പെട്ട പരിചരണം നൽകിയതോടെ നെല്ല് സമൃദ്ധമായി വിളഞ്ഞു. കൂവമളക്കൽ ചടങ്ങിനായും മറ്റു പൂജാതി കർമ്മങ്ങൾക്കുമായാണ് വിളവെടുപ്പിലൂടെ ലഭിക്കുന്ന നെല്ല് ഉപയോഗിക്കുന്നത്. ചലച്ചിത്ര നടൻ പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കൂടി സഹോദരന്മാരും കൂടും, എല്ലാവരും കൂടി മൂല, അപ്പോഴാണ് അതൊരു ഉഷാറുണ്ടാവും. എല്ലാവരും ചേർന്ന് ഇതിന് വേറെ നമ്മൾ ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. സഹോദരന്മാരായിരിക്കും അതിന് കുറച്ചുകൂടെ എക്സ്പേർട്ട് അല്ലേ. ഇപ്പൊ നമ്മളൊന്നല്ല എക്സ്പേർട്ട്, ബീഹാറിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണ് എക്സ്പേർട്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൃഷിപ്പണി അറിയാതെ പോവുകയാണ്. പുതിയ തലമുറക്ക് കൃഷി അറിയില്ല. ഇവിടെ കൃഷി നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ തെയ്യംകെട്ടിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മനുഷ്യൻ അവന്റെ ഉപജീവനത്തിനായി പൂർവ്വകാലത്ത് സ്വീകരിച്ചിരുന്ന എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ച് വിപണനത്തിന്റെയും മാർക്കറ്റിംഗിന്റെയും മാർഗത്തിൽ മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു പൂർവ്വകാല സ്മൃതിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൊയ്ത്തുത്സവം നമ്മൾ നടത്തുന്നത്. സംഘാടക സമിതി ചെയർമാൻ C രാജൻ പെരിയ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K സീത, ശങ്കരൻ മാസ്റ്റർ കേളോത്ത്, P മനോജ്, കൊട്ടൻ കുഞ്ഞി, രാജൻ മടത്തിനാട്ട്, ഐശ്വര്യകുമാരൻ, A കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂരാണ് തെയ്യംകെട്ട് ഉത്സവത്തിന്റെ ലോഗോ തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, പെരിയ.